മുടക്കുന്ന തുകയ്ക്ക് വ്യക്തമായ മൂല്യം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷോപ്പിംഗിനായി ഗ്രീറ്റിംഗ് അൽ മദീന ഗ്രൂപ്പിന്റെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഇവിടുത്തെ ഷോപ്പിംഗ് സംതൃപ്തി മാത്രമല്ല, നമ്മുടെ വിശ്വാസവും കാക്കുന്നു. ഷോപ്പിംഗിൽ ഞാൻ 100% ഹാപ്പി. Greeting Al Madina Hypermarket, Grace Cluster, International City, Dubai. Greeting Al Madina Supermarket, China Cluster, International City, Dubai. Greeting Al Madina Supermarket, Italy Cluster, International City, Dubai. Greeting Al Madina Supermarket, France Cluster, International City, Dubai. Greeting Al Madina Supermarket, Spain Cluster, International City, Dubai. Flowers Supermarket and Live Bakery, Discovery Gardens, Jebel Ali, Dubai. Talal Al Madina Supermarket, Discovery Garden, Jebel Ali, Dubai. TN Supermarket, Deira, Dubai. Greeting Al Madina Restaurant, China Cluster, International City, Dubai. My Fair Restaurant, Deira, Dubai. Golden Talasheri Restaurant, Al Quoz, Dubai. Greeting Al Madina Group, door to freshness.
സോറി മുനോർ, ഞാൻ ഇത്തിരി വൈകി. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. ഏതായാലും വാ, നമുക്ക് മായക്കൊന്ന് കാണാം. ആരായാൾ? മായിൻ. വാ, നമുക്ക് നേരിട്ട് കാണാം. വേറെന്തെങ്കിലും വേണം? മായിക്ക? ആ അല്ല, രാജീവാ. മായിക്ക് എന്ന് ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. നമുക്ക് എന്താപ്പാ തിരക്കില്ലാത്തത്? ഇന്ന് ഓഫീസിൽ പോയില്ലേ? പോയിക്ക, അപ്പോഴേ ഇവൻ വിളിച്ചു, അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. ആ ഇവിടെ ഇരിക്കടാ. ഞാൻ അണ്ടർ ടൈം എടുത്ത് പോന്നു. ആ അണ്ടറോ കുണ്ടറോ എന്തെങ്കിലും ആവട്ടെ. ഇതേതാ പുതിയൊരു പുള്ളി? ആ ഞാനത് മറന്നു. ഇത് മുനോവർ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. അവനിത്തിരി ചൂടില്ല. എന്റെ അടുപ്പിന്ന് ഇപ്പൊ ഇറക്കി വെച്ചോളൂ. അവൻ വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിയതാ. അത് പ്രത്യേകം പറയണോ? ഈ അല്ലേ കൂട്ട്. ഈ കാര്യം എന്താ വെച്ചാ പറ, എനിക്ക് നേരമില്ല പോണം. അത് ചെറിയൊരു സഹായം വേണം. ഇവന് 2 ദിവസം താമസിക്കാൻ ഒരു ബെഡ് സ്പേസ് മതി. ഇക്കയുടെ അപ്പുറത്തെ റൂമിലെ ജബ്ബാർക്ക വെക്കേഷനിലാന്ന് കേട്ടു. തൽക്കാലം ജബ്ബാർക്ക മരിച്ചൊന്നുമില്ല, നാട്ടിൽ പോയതല്ലേ. അല്ലേലും ശരിയാവൂല. നല്ലൊരു ചെറുപ്പക്കാരനെ അവിടെ കിടത്തി വിടക്കാക്കാൻ ഞാനില്ല. എന്നുവെച്ചാ അവിടെ കള്ളുകുടിയന്മാരുണ്ട്, സിഗരറ്റ് വലിക്കാരുണ്ട്, പെണ്ണുപിടിയന്മാരുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്തൊന്നും ഇവൻ ശരിയാവൂല. ഈ പറഞ്ഞതിന്റെ എല്ലാം ഗുരുവാണ് ഇദ്ദേഹം. ഇതറിയാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ നുണമൊഴി നിന്നോട് പറഞ്ഞത്. നിങ്ങൾ കുറെ നേരമായില്ല തുടങ്ങിയിട്ട്, വല്ലതും നടക്കോ? നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ കുടിക്കാൻ വല്ല കൂട്ടരാ. ഇങ്ങനെ ചില്ലറ വഴക്കിന്റെ പേരിൽ മാറി താമസിക്കണോ? അത് ഉമ്മക്ക് വിഷമമുണ്ടാക്കില്ലേ? ചില്ലറ വഴക്കോ? ആരാ പറഞ്ഞത് ചില്ലറ വഴക്കാണെന്ന്? ആ കേട്ടതൊക്കെ ആൾമോസ്റ്റ് ശരിയാണ്. അന്ന് അവൻക്കൊരു വൈകിയാണ് വന്നത്. ഏതോ ബെല്ലുച്ചി പിള്ളേരുമായുള്ള ഇഷ്യൂ എന്നാ കേട്ടത്. അവൻ തനിച്ചൊന്നുമല്ല, 3-4 പേര് കൂടെ ഉണ്ടായിരുന്നു. ഒരാൾ ഹോസ്പിറ്റലിൽ സീരിയസാ. അവന്റെ മൊഴിയെടുക്കാതെ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ സഹായിക്കാതിരിക്കില്ല. ഓക്കെ, ബൈ. മങ്ങാടൻ കമറുദ്ദീന്റെ മകൻ ബാറിൽ പോയി വെള്ളമടിച്ച് വഴക്കുണ്ടാക്കിയതറിയാൻ ഈ ഭൂലോകത്തിന് ആരും ബാക്കിയില്ല. നീ ഇങ്ങനെ കണ്ണു നിറച്ചിട്ട് എന്താ കാര്യം? നന്നാവണമെന്ന് ഒരാൾ സ്വയം തീരുമാനിച്ചില്ലെങ്കിൽ അയാൾ നന്നാവില്ല. പിന്നെ നിന്നെ ഒറ്റൊരാളെ ഓർത്തിട്ടാ ഞാൻ ഇത്രയും റെക്കമെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ അതിനകത്ത് കിടക്കട്ടെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. എന്നിട്ടെങ്കിലും നന്നാവൂന്നറിയാനാ. സ്വന്തം മകനല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളങ്ങനെ ചെയ്തതെന്ന് ഒരുപക്ഷെ നീ ചോദിച്ചാലോ എന്നൊരു ഭയം. അല്ലെങ്കിൽ സത്യം സത്യം തന്നെയാ. എന്നെങ്കിലും ഒരു നാൾ രക്തം രക്തത്തെ തിരിച്ചറിയാതിരിക്കില്ലല്ലോ. എന്തിനാ ഞാൻ വെറുതെ? എത്ര സ്നേഹിച്ചാലും ഞാൻ സ്വന്തം ബാപ്പയൊന്നുമല്ലല്ലോ. എന്തിനാ എന്റെ കുഞ്ഞാക്കി ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് മനസ്സ് നീട്ടുന്നത്? എന്നെങ്കിലും ഒരു നാൾ നീയും അവനും കൂടി എന്നെ തള്ളിപ്പറയോന്നുള്ള പേടിയാ എനിക്ക്. മോനെ, ഉമ്മ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എന്താ എന്താ നീ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞതല്ലോ, ഉമ്മ എന്നെ കൊണ്ട് പറയിച്ചതല്ലേ. എന്താ ഞാൻ നിന്നോട് ചെയ്ത തെറ്റ്? ഇത്രയും കാലം ഈ രഹസ്യം ഞാൻ മറച്ചു വെച്ചത് നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയ. കഴിഞ്ഞ 10-25 വർഷം നീ ജീവിച്ചത് ഈ മനുഷ്യന്റെ കൂടെയല്ലേ? ഇത്ര കാലം പോരെ ഒരാളെ മനസ്സിലാക്കാൻ? ഇദ്ദേഹം എന്റെ വാപ്പയില്ലെന്നറിയാൻ 25 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. ഇനി നാളെ ഒരു പക്ഷേ നിങ്ങൾ എന്റെ ഉമ്മയല്ലെന്ന് കേൾക്കേണ്ടി വരുമോന്ന് എന്റെ പേടി. അതിനു മുമ്പ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതാണ് എനിക്ക് നല്ലത്. പിന്നെ എന്റേതല്ലാത്ത ഒരു സൗഭാഗ്യവും എനിക്ക് വേണ്ട. ആരാ പറഞ്ഞത് ഈ സൗഭാഗ്യങ്ങളൊന്നും നിന്റെ അല്ലെന്ന്? മോനെ, അള്ളാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് നൽകി. നമ്മൾ നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നു. അതൊക്കെ ഇല്ലാതാക്കാനാണോ നിന്റെ പുറപ്പാട്? ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി. ഇനി മുതൽ നിങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായിട്ട് ഞാൻ ഉണ്ടാവില്ല. ആരോടാ നീ നന്ദി പറയുന്നത്? ഇത്രയും കാലം നിന്നെ തീറ്റിപ്പോറ്റിയ ഈ ബാപ്പയോടോ?
ഇനി നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മോനെ അരുത്. ജന്മം തന്ന ഗർഭപാത്രത്തെ ചവിട്ടി മാറ്റി പോയവരാരും പിന്നീട് ജീവിതത്തിൽ ഗുണം പിടിച്ചിട്ടില്ല. അത് നീ ഓർക്കണം മോനെ. എടാ മോനെ നീ മോനെ മോനെ മുനോറെ, മോനെ മുനോറെ. എന്നാലും ഇതൊരു സൊല്യൂഷനാണ് മനോഹർ. എന്തു തന്നെയായാലും സ്വന്തം ഉമ്മയെ ഒഴിച്ചു നിർത്താനാവൂ. എന്താടോ, എന്താ പ്രശ്നം? ഒന്നുമില്ല. ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇത്ര ശക്തിയാ? അപ്പൊ വല്ലതും ഉണ്ടെങ്കിൽ എന്താ ശരി? ഏതായാലും ഇങ്ങള് വാ, നമുക്ക് റൂമിലേക്ക് പോവാ. അവിടെ ചവിട്ടി പൊളിച്ച ആരും അറിയില്ലല്ലോ. വാ വാ വാ, പെട്ടെന്ന് എണീക്ക്. വാ. മക്കള് വീട്ടിൽ നിന്ന് തല്ലുകൂടി ഇറങ്ങി പോണത് സാധാരണ കാര്യമാണ്. ആ ചൂടാറുമ്പോ അങ്ങോട്ട് കയറിച്ചല്ല, അത് തന്നെ. അതാണ് നാട്ടുകടപ്പ്. എന്റെ പട്ടി പോവും. ശരിയാണ് കുട്ടി. ഉമ്മയും ബാപ്പയും ആരാണെന്ന് അറിഞ്ഞാൽ ഏത് പട്ടിയും തിരിച്ചില്ല. ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാത്ത ഒരേ ഒരു സാധനം ദുനിയാവിലുള്ളൂ, മുലപ്പാല്. അതിന്റെ അത്രയും പരിശുദ്ധി മറ്റെന്തിനാ ഉള്ളത്? ദഹനക്കേട് ഉണ്ടാകുമ്പോൾ 2 ഈസ് വയർ വീർത്ത് നിൽക്കും. ആ സമയത്ത് കിടക്കാനും ഇരിക്കാനൊക്കെ നമ്മൾ പെടുന്ന പാടേ, അത് മാത്രം ഓർത്താ മതി. 10 മാസം അന്യം ഞമ്മളെയൊക്കെ വയറ്റി ചോന്നുകൊണ്ടിരുന്നത് ഉമ്മ ആരാന്നറിയാൻ. ഇത് വലിയ പൊല്ലാപ്പായാലോ? ഇയാൾ എന്നെ വായിലിരിക്കുന്ന മേടിച്ച് കൂട്ടുന്ന തോന്നുന്നത്. ഇല്ല, വായിക്കാം, നമുക്ക് പോവാം. വാ വാ വാടാ വാ. മായിക്ക, എന്നാ ഞാൻ പോട്ടെ. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് തീർക്കേണ്ട ഒരു അർജന്റ് പ്രോജക്റ്റ് എനിക്കുള്ളതാടാ. അതുകൊണ്ടാ. പിന്നെ ഉള്ള സൗകര്യമൊക്കെ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യ്. സാവധാനം വീട്ടിലേക്ക് എന്നെ മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ സൗകര്യമുള്ള മറ്റെവിടേക്കെങ്കിലും. അതൊക്കെ പിന്നീടുള്ള കാര്യം. തൽക്കാലം ഞാനിവിടെ ഉണ്ടെന്ന് എൻ്റെ ഉമ്മ അറിയരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. അറിഞ്ഞാൽ എനിക്കിവിടെ സ്വര്യം തരില്ല. അല്ല, ഈ കിളവൻ ആളെങ്ങനെ? അയാളൊരു പാവം മനുഷ്യനാ. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ അത് കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചാൽ മതി. പിന്നെ നിന്റെ ആ എടുത്തയാട്ട സ്വഭാവം ഉണ്ടല്ലോ, അതിവിടെ കാണിക്കണ്ട. നിനക്ക് ക്യാഷ് വല്ലതും വേണോ? ഏയ്, തൽക്കാലം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഓക്കെടാ. ഓക്കെ, ബൈ. ഹലോ ഹലോ രാജീവ്. ഹലോ. അതെ സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു സാറിനെ. പേടിക്കാനൊന്നുമില്ല സാർ. അവൻ എൻ്റെ കസ്റ്റഡി തന്നെയുണ്ട്, ഇവിടെ അടുത്ത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. അവന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? അതൊക്കെ ഞാൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. നാളെ എനിക്ക് രാജീവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ യെസ്, തീർച്ചയായിട്ടും കാണാം സാർ. എന്നാ വെക്കട്ടെ. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ, താങ്ക് യു. ആരോടാ നിങ്ങൾ സംസാരിച്ചത്? അത് നമ്മുടെ രാജീവിനോടാ. എന്താ അവൻ പറഞ്ഞത്? മുനവർ രാജീവിന്റെ ഏതോ കൂട്ടുകാരന്റെ റൂമിലുണ്ടത്രേ. അൽഹംദുലില്ലാ, ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. രാജീവ് നല്ല പയ്യനാ. വാ, നീ ഇരുന്ന് വല്ലതും കഴിക്ക്. എൻ്റെ ബില്ലെത്രേ? ഏയ്, അതൊന്നും വേണ്ട. നിങ്ങൾ നമ്മുടെ മാഹിനിക്കട ചെങ്ങായില്ലേ? അതിന് ഭക്ഷണം കഴിച്ചാൽ കാശ് വാങ്ങിക്കണ്ടെന്നുണ്ടോ? അതല്ല, ഇവിടെ നടപ്പങ്ങനെയാ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ആരുടെ അവതാരം ആവശ്യമില്ല. നിങ്ങൾ ബില്ല് എത്ര വെച്ചാൽ പറ. ഏയ് വെയിറ്റർ, ഇവിടെ എത്ര ബില്ല്? ഹലോ മുനവർ, ഞാനിവിടെ അല്ലമീന സൂപ്പർ മാർക്കറ്റിലുണ്ട്. ഇവിടെ പുറത്തോ? ഓക്കെ ഓക്കെ, ഞാനിപ്പോ വരാം. Greeting Al Madina Hypermarket, Greece Cluster, International City, Dubai. China Cluster, International City, Dubai. Italy Cluster, International City, Dubai. France Cluster, International City, Dubai. Spain Cluster, International City, Dubai. Flowers Supermarket and Live Bakery, Discovery Gardens, Jebel Ali, Dubai. Talal Al Madina Supermarket, Discovery Garden, Jebel Ali, Dubai. TN Supermarket, Dera, Dubai. Al Madina Restaurant, China Cluster, International City, Dubai. My Fair Restaurant, Dera, Dubai. Golden Talasheri Restaurant, Al Quds, Dubai. Greeting Al Madina Group, door to freshness.
ഹലോ. ആ, ഞാനിതാ എത്തി. ഏയ്, ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ സമയം തരാം. ഓക്കെ. എവിടേക്കാണ് ഈ പാതിരാത്രിയിൽ? ഈ കണക്കിന് പോയാ എവിടെ വരെ എത്തും എന്റെ റബ്ബേ? അല്ല, ഈ ചെക്കൻ ഫോൺ എടുക്കാൻ മറന്നു തോന്നുന്നു. ഇനി എന്താ ചെയ്യുക? അവൻ ആ റോഡിലെങ്ങാനും കാണുമെന്ന് നോക്കിയാലോ? ഓ, ഇത് വലിയ ശല്യമായല്ലോ. ഇവന്റെ ഒരു കാര്യം. മുനവരെ, ഞാൻ മുനവരെ. ഛേ, പോയിന്ന തോന്നണേ. ആ, വരുമ്പോ വരട്ടെ. അയ്യോ, പിന്നെ എന്താ ഇപ്പൊ ചെയ്യ? എന്തായാലും മറുപടി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിത് കിടന്ന് ഉറങ്ങൂല. ഹലോ. ഹലോ, വാവ എവിടെയാ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. എന്താ ഫോൺ എടുക്കാഞ്ഞത്? ആരെങ്ങള്? നീ എന്നെ കളിയാക്കണ്ട. നീ അല്ലാതെ വേറെ ആരും എനിക്കുള്ളത്? കള്ള, നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ കാശ് വെച്ചോണ്ടാണോ? അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേടാ ചോദിച്ചേ. എന്റെ കുട്ടൻ എനിക്ക് ഇതുവരെ തന്ന കണക്കൊക്കെ കൃത്യമായി എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ എന്റെ മുത്തിന് തിരികെ തരും. ആ കാര്യം ഓർത്ത് എന്റെ മുത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. ഓക്കേടാ, വേഗം വാ. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. കള്ളൻ മിണ്ടാതിരിക്കല്ലേ? ഓക്കെ, ഞാൻ വെക്ക് കേട്ടോ. വേലാല് കൂരുത്തം കെട്ട പെണ്ണുങ്ങള്. ഹലോ. ഓൻ ഇവിടെ ഫോണും വെച്ചിട്ട് എങ്ങാട്ടാ പോയി. പഠിച്ചോനെ വിചാരിച്ച് ബാക്കിയുള്ളവരെ കിടന്നുറങ്ങാമെങ്കിലും സമ്മതിക്കണം. രാത്രി ആകുമ്പോ ഓരോന്ന് പൂജൂടി ഇറങ്ങിക്കോളും. ഓരോരോ ശല്യങ്ങള്. ഇത് ഓഫാക്കി വെക്കാൻ നല്ലത്. അവിടെ നീ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. ഞാനൊന്ന് മയങ്ങിയപ്പോഴേക്കും ഇങ്ങ് എഴുന്നേറ്റ് പോരുന്നല്ലേ. ഇങ്ങനെ ഉറക്കം കളഞ്ഞ് ഉള്ള അസുഖം കൂട്ടണ്ട. അവൻ നമ്മളെടുത്ത് തന്നെ തിരിച്ചു വരും എന്നെന്റെ മനസ്സ് പറയുന്നു. വാ, നമുക്ക് പോയി കിടക്കാം. എന്താ മുനോറെ, നിനക്ക് എന്തു പറ്റി? എന്റെ റബ്ബേ, പഠിച്ചോനെ നീ കാക്കണേ.
ഹലോ ഹലോ ബാപ്പ, ഞാൻ മോളൂട്ടിയാ. എന്തുണ്ട് മോളൂട്ടി വിശേഷം? ഉപ്പ ഇത്ത